ദുരാത്മാത്മനസ്തസ്യ യേനാത്മൈവാത്മനാ ജിതഃ അനാത്മനസ്തു ശത്രുത്വേ വർത്തേതാത്മൈവ ശത്രുവാത്. മനസ്സിനെ ജയിച്ചവന് മനസ്സ് തന്നെയാണ് ഉറ്റ സുഹൃത്ത്. കഴിയാത്തവനാകട്ടെ മനസ്സ് പരമശത്രുവുമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും മികച്ച സുഹൃത്ത്, ഏറ്റവും ഉറ്റ സുഹൃത്തായി മാറേണ്ടത് നമ്മുടെ മനസ്സാണ്. നാം പറയും നമുക്ക് സുഹൃത്തുക്കളൊന്നുമില്ല, നാം ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരാളാണ് എന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ മനസ്സ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നാം ഒരിക്കലും ഈ ലോകത്ത് ഒറ്റപ്പെടില്ല. നമ്മുടെ മനസ്സിൽ വരുന്ന ദേഷ്യം, മറ്റുള്ളവരോടുള്ള അസൂയ, കോപം, വെറുപ്പ്, എനിക്കൊന്നും കഴിയില്ല എന്നുള്ള ചിന്ത, ഇതെല്ലാം തുടങ്ങുന്നതും നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെയാണ്. വലിയ വലിയ മഹായുദ്ധങ്ങളുടെ ആരംഭവും അത് മനുഷ്യ മനസ്സിൽ തന്നെയാണ്. അതുകൊണ്ട് ഓർക്കുക, മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒരാൾക്ക് ഏറ്റവും വലിയ ശത്രു അത് മനസ്സ് തന്നെയാണ്. പക്ഷെ മനസ്സിനെ നിയന്ത്രിക്കുന്നവരുടെ ഏറ്റവും നല്ല സുഹൃത്തും മനസ്സ് തന്നെയാണ്. നമുക്ക് കഴിവുകളൊന്നുമില്ല, പക്ഷേ ഈ ലോകത്ത് കഴിവുകളില്ലാത്ത ആളുകളെക്കാൾ ഏറ്റവും കൂടുതലുള്ളത് തങ്ങളുടെ കഴിവ് എന്താണെന്ന് കണ്ടുപിടിക്കാത്ത ആളുകളാണ്. എന്താണ് ചെയ്യേണ്ടത് ഈ ലോകത്ത് എന്ന് കണ്ടുപിടിക്കാത്ത ആളുകളാണ്. പക്ഷേ ഇത് നമുക്ക് ചുറ്റുമുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് നമ്മുടെ മനസ്സിൽ തന്നെ നാം ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ തന്നെയുണ്ട്. ആ മനസ്സിലാണ് നമ്മൾ വെറുതെ മറ്റുള്ളവരോടുള്ള ദേഷ്യവും കോപവും വെറുപ്പും അസൂയയും എല്ലാ കാര്യങ്ങളും നമ്മൾ കൊണ്ട് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സ് നമുക്കുള്ള ശത്രു തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യണ്ട, ഇത് ചെയ്യണം, അങ്ങനെയുള്ളൊരു സന്ദർഭം വരുമ്പോൾ നമുക്ക് മനസ്സിൽ നിന്ന് തന്നെ ചിലപ്പോൾ ഉത്തരം വരാറുണ്ട്. അങ്ങനെ നാം നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനുള്ള എല്ലാ മാർഗവും അത് നമ്മുടെ മനസ്സ് തന്നെ പറഞ്ഞു തരും. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അത് നമ്മുടെ ചുറ്റുമുള്ളവരുടെ അവർ കാരണമാണ് അത് ഉണ്ടാകുന്നത് എന്ന് വിചാരിക്കുന്നിടത്താണ് നമ്മുടെ തോൽവി. നമ്മുടെ എന്ത് പ്രശ്നങ്ങളും നമ്മുടെ വിജയങ്ങളും അതെല്ലാം നമ്മുടെ മനസ്സെടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ കാരണമാണ്. സ്വന്തം ജീവിതത്തിൻ്റെ ചുമതല സ്വന്തമായി ഏറ്റെടുത്താൽ, സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ ഈ ജീവിതം വിജയിക്കാം. മനസ്സിനെ നിയന്ത്രിച്ചാൽ നമുക്ക് ഈ ലോകത്തെ നിയന്ത്രിക്കാം. അതായത് ഈ ലോകത്ത് സമാധാനം ഉണ്ടാക്കാം, അല്ലേ? നമ്മുടെ മനസ്സിൽ പല കാര്യങ്ങളും നമുക്ക് വെക്കാൻ പറ്റും. പക്ഷെ അതിൽ നല്ല കാര്യങ്ങളാകണോ ചീത്ത കാര്യങ്ങളാകണോ മനസ്സിൽ ഉണ്ടാകേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് അത് നമ്മൾ തന്നെയാണ്. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരേ ഒരാൾ അത് ആരായിരിക്കണം? അത് നമ്മൾ തന്നെയായിരിക്കണം. അതാണ് ആൻഡ് മൈൻഡ് when it becomes your friend. ഈ ലോകത്ത് ഒരാൾക്കും നിങ്ങളെ തോൽപ്പിക്കാനാവില്ല, ഒരാൾക്ക് നിങ്ങളെ വിഷമിപ്പിക്കാനാവില്ല. മറ്റുള്ളവർ കാരണം നമ്മൾ വിഷമിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് ആരാണ്? നമ്മൾ തന്നെയാണ്. നമ്മുടെ മനസ്സിലെ എല്ലാ ഇമോഷൻസിനെയും എല്ലാം നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരേ ഒരാളത് നമ്മൾ തന്നെയായിരിക്കും, അല്ലേ? അതുകൊണ്ട് മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ മിത്രവും ശത്രുവും. എപ്പോഴാണ് മനസ്സ് ശത്രുവാകുന്നത്? മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കാതാകുമ്പോൾ. മനസ്സിനെ എപ്പോൾ നമ്മൾ നിയന്ത്രിച്ചോ അന്ന് മുതൽ മനസ്സായിരിക്കും നമ്മുടെ സുഹൃത്ത്. അങ്ങനെ മനസ്സ് നമ്മുടെ സുഹൃത്തായാൽ ഈ ജീവിതത്തിൽ ഒരു ക്ലേശങ്ങളും നാം അനുഭവിക്കേണ്ടി വരില്ല.